നമസ്കാരം. ഇറാൻ ട്രംപിന്റെ യുദ്ധക്കപ്പലിൽ തീയിട്ടു. ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിടുകയായിരുന്നു അമേരിക്ക. വിമാനവാഹിനി കപ്പൽ ലക്ഷ്യമിട്ട ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയപ്പെടുന്നത് ആസന്നമാണ് എന്നല്ല, തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് അവർ യുദ്ധമതിയാക്കി പിൻവാങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അറേബ്യൻ കടലിൽ ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടതായിട്ടുള്ള US സൈനിക വക്താവിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമിട്ട് പറന്ന ഡ്രോണാണ് വെടിവെച്ചിട്ടത് എന്ന് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് BBC അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. USS എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വിമാനവാഹിനി കപ്പലിനെയും അതിന്റെ ജീവനക്കാരനെയും സംരക്ഷിക്കുന്നതിനായിട്ട് സ്വയം പ്രതിരോധത്തിനായിട്ട് ഡ്രോണിനെ വെടിവെച്ചിട്ടതായി US സെൻട്രൽ കമാൻഡ് വക്താക്കൾ പറയുന്നു. കപ്പൽ ഇറാനിയൻ തീരത്ത് നിന്ന് ഏകദേശം 500 മൈൽ അകലെയായിരുന്നു. ഒരു US ഉപകരണത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് സൈനികർക്ക് പരിക്കേറ്റിട്ടില്ലെന്നും ഒക്കെ US വക്താവ് അറിയിക്കുമ്പോഴും ഇറാനിയൻ സൈന്യം പടക്കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആ ഒരു ആക്രമണം എന്ന് പറയുന്നത് തീയിട്ട് ചുട്ടരിക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ സംഘർഷമുയർന്ന സാഹചര്യത്തിൽ മേഖലയിൽ US സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ തങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണ് എന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആണവ പരിപാടി നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കരാറിൽ ചർച്ച നടത്തിയില്ല എങ്കിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതേസമയം USഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഈ ആഴ്ച അവസാനം വരെ തുടരുമെന്ന് ഇറാനിയൻ ഡ്രോൺ തകർത്തതിനു ശേഷം വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറയുകയുണ്ടായി. പക്ഷെ ട്രംപ് എപ്പോഴും ആദ്യം നയതന്ത്രം പിന്തുടരാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ എപ്പോഴും നിരവധി ഓപ്ഷനുകൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് എന്നും അതിൽ സൈനിക ശക്തിയുടെ ഉപയോഗവും ഉൾപ്പെടുന്നു എന്നുമാണ് അവർ പറയപ്പെടുന്നത്. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയപ്പെടുന്ന യുദ്ധം നടന്നാലും അവർ സമാധാന കരാറുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ സമാധാനം കാക്ഷിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ നയപരിപാടി എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ യുദ്ധക്കൊതിയനും ഇത്തരത്തിൽ യുദ്ധവെറിയനുമായിട്ടുള്ള ഒരു നേതാവ് അമേരിക്ക ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇറാനിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണ സാധ്യത ഉണ്ടായതും ഇറാന് തിരിച്ചടിക്കേണ്ടി വന്നതും. ഇറാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ളതാണ്, ഇറാൻ ഈ പറയുന്ന അറബ് തീരപ്രദേശങ്ങളിൽ നങ്കൂരമിട്ട് കിടക്കുന്ന യുദ്ധവാഹിനി കപ്പലുകൾ ഏതായിരുന്നാലും ഒരു ആക്രമണം ഉണ്ടായാൽ ആദ്യം തീയിട്ട് നശിപ്പിക്കുക അവയായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ അതിന്റെ തുടക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണവും മേഖലയിൽ തുറന്ന യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമൈനി പലവട്ടം മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അതേസമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഡ്രോൺ സംഭവം, കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഡ്രോൺ സംഭവത്തെ കുറിച്ച് പോലും ടെഹ്റാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണക്കപ്പൽ ചാനലായിട്ടുള്ള ഹോർമുസ് കടലെടുക്കൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സേന US പതാകയുള്ള വ്യാപാര കപ്പലിനെ ആക്രമിച്ചതായിട്ട് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അത്തരത്തിലൊരു ആക്രമണം അവിടെ നടത്തുവാൻ ഇറാന് കഴിയും. കാരണം ഹോർമുസ് കടലെടുക്കുക എന്ന് പറയപ്പെടുന്നത് ഇറാന്റെ ഒരു പ്രതിരോധ കോട്ടയാണ്. ആ പ്രതിരോധ കോട്ടയിലൂടെ കടന്നു പോകുവാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് കഴിയില്ല. അവിടെ വെച്ച് അത്തരത്തിലൊരു ആക്രമണം നടത്തുവാൻ ഇറാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സൈനിക പ്രതിരോധത്തിലൂടെ കപ്പൽ സുരക്ഷിതമായിട്ട് പോകാനായി എന്നൊക്കെ ഇപ്പോൾ US അവകാശപ്പെടുമ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും യുദ്ധത്തിലേക്ക് എത്തുന്ന സാഹചര്യം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞപ്പോഴും യുദ്ധത്തിന്റെ തുടക്കമാണിത് എന്ന് നമ്മൾ അറിയിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം അമേരിക്കയുമായിട്ടുള്ള ആ ആണവ ചർച്ചകളിലേക്ക് ഇറാൻ കടക്കുകയാണെന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഇറാൻ. വീണ്ടും അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനി വ്യക്തമാക്കിയിരിക്കുന്നത്. ആണവ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടു നൽകില്ല എന്നും തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്തു വന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു സമവായത്തിന് ഇല്ല എന്നതിനുള്ള സൂചനകൾ തന്നെയാണ് ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനിയും അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ അമേരിക്ക ഉപരോധങ്ങൾ നീക്കിയാൽ ആലോചിക്കാമെന്ന് തന്നെയാണ് ഷംഖാനിയുടെ തുറന്നു പറച്ചിൽ. ഇറാൻ അമേരിക്കയുമായി ആണവ ചർച്ചകളിലേക്ക് കടക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉചിതമായിട്ടുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കാൻ പറഞ്ഞതായിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ. പക്ഷെ അതൊന്നും അംഗീകരിക്കുവാനോ അത് അനുസരിക്കുവാനോ അമേരിക്ക തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇസ്താംബുളിലായിരിക്കും ചർച്ചകൾ നടക്കുക എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ പ്രധാന അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ എന്ന് പറയപ്പെടുന്ന ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പങ്കെടുക്കും എന്നുള്ളതാണ് ഇറാനും ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇറാന്റെ ആണവ പദ്ധതി തന്നെയാകും പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. അത്തരത്തിലുള്ള ആണവ ചർച്ചാ വിഷയത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു സമവായത്തിനും ഇറാൻ തയ്യാറാകില്ല. അങ്ങനെ ഒരു ചർച്ചയിലേക്കാണെങ്കിൽ അമേരിക്ക വരേണ്ടതില്ല എന്നുള്ളതാണ്
ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആക്രമണ ഭീതി അല്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വിമാനവാഹിനി കപ്പൽ, അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഡ്രോണുകൾ പറന്നുയർന്നതും ഈ പറയുന്ന പോലെ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള അവരുടെ ആദ്യത്തെ ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയത്. ആ ആക്രമണത്തിൽ പക്ഷെ ആ ഡ്രോണിനെ US വെടിവെച്ചിട്ടതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനു മുമ്പുള്ള ഇറാന്റെ ആക്രമണം എന്ന് പറയുന്നത് ആ വിമാനവാഹിനി കപ്പലിന് നേരെയായിരുന്നു. അതിനെ തീയിട്ട് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു, ആ യുദ്ധക്കപ്പലിനെ തീയിട്ട് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ സമവായ ചർച്ചകൾ പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ യുദ്ധം തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക.